ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസംബർ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാനാണ്. അപ്പോൾ ഈ ഒരു വർഷം അവസാനിക്കാൻ ഇനി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ മാസം പോകുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്ത് നല്ല കാര്യമാണ് തന്നിട്ട് പോകുന്നത് നോക്കാം നമുക്ക്. നിങ്ങൾ വളരെയധികം വർക്കഹോളിക് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മന്ത്. ഇവിടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് വളരെയധികം പാഷനേറ്റീവായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ വർക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മോശം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള തോന്നൽ വരുമ്പോൾ ഒരു എനർജി ഫീലാകും. അതേപോലെ തന്നെയാണ് നല്ലത് സംഭവിക്കാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ഒരു എനർജി ഫീലാകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പ്ലാനിങ്ങോടുകൂടി വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു നിമിഷം പോലും വേസ്റ്റാക്കി കളയാനില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്കുള്ളിൽ വരുന്നു. ഇവിടെ നമ്മുടെ ആ ഒരു പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ അതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, അതിൻ്റെ ആ ഒരു തുടക്കം ഡിസംബർ മന്ത് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ മന്ത് നിങ്ങളുടെ ആ ഒരു മനസ്സിൽ എപ്പോഴും ഒരു പ്ലാനിങ് ആയിരിക്കും എപ്പോഴും. അതായത് മുന്നോട്ടുള്ള ആ ഒരു ഫ്യൂച്ചറിൽ എന്ത് പ്ലാനിങ് ആണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങൾ അതനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ ഒരു വർഷം നിങ്ങൾ എന്തൊക്കെ അനുഭവിച്ചത് നിങ്ങൾക്കറിയാം, ഏതൊക്കെ സാഹചര്യം എങ്ങനെ നേരിട്ടു എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട്. അതായത് ഇന്നത് സംഭവിച്ചാൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കും പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നത്. അതായത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പെരുമാറ്റം നിങ്ങൾക്കുണ്ടാകും. കൂടാതെ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി കൂടും. കാരണം നിങ്ങൾ ഓരോ ലെസൺ പഠിച്ചിട്ടാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി കൂടുക തന്നെ ചെയ്യും അങ്ങോട്ട്. ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ ആ ഒരു സമയത്തെ പോലും നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വർക്കഹോളിക്കാകും, നിങ്ങളുടെ സമയം എന്താണോ അത് നല്ല രീതിയിൽ വിനിയോഗിക്കും. പ്ലാനിങ്ങോട് കൂടിയായിരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ മന്ത് ഈ ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് നോക്കുമ്പോൾ. അതായത് ഒരു ഷാർപ്പായിട്ടുള്ള ടൈം കീപ്പ് ചെയ്ത് ജോലി ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളുടേത്. ഇനി നിങ്ങൾക്ക് 11115555 ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു പദ്ധതി എന്താണോ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള ശരിയായ ടൈമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഈ ഒരു ടൈം പീരീഡിൽ വരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ വിനിയോഗിക്കുക. നല്ല ഒരു ടൈമാണിത്. ഡിസംബർ മന്ത് നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയകൾ നല്ലതായിട്ട് കൊണ്ട് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വർക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യും. ഇവിടെ നിങ്ങൾ വളരെയധികം വർക്കഹോളിക് ആകും. ഇനി നിങ്ങളുടെ സമയം ഒരിക്കലും ദുരുപയോഗം ആവത്തില്ല. സമയം നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു മുന്നേ, നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങളും വിഷമങ്ങളും ഇത് കാരണം വർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേഷനോടെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു കാര്യത്തിൽ ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഇതായിരിക്കും തരുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കും. ഇവിടെ ഈ ഒരു ഡിസംബർ മന്ത് എന്ന് പറയുന്നത് ആ ഒരു പുതിയ വർഷത്തിന് വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുന്നതാണ്. ഇവിടെ ഈ ഡിസംബർ മന്ത് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്ലാനിങ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കും, അങ്ങനെ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണോ അത് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തോട്ട്സ് എന്താണോ അത് ഇതുവരെ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരോടും പറയാനും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് എന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ച് വച്ചിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും ഡിസംബർ മന്ത് എന്തോ ഒരു കാര്യം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി ഒരു വഴിയേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു വഴി നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ എന്താണോ പ്ലാനിങ് അത് നല്ല രീതിയിൽ വിജയിച്ചാൽ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ എ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും എന്തോ വലിയൊരു ഡെസ്റ്റിനി നിങ്ങൾ ആലോചിച്ച് വച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നത് അത് ശരിയാവുന്നതായിട്ടും നിങ്ങൾ വർക്കഹോളിക് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മെയിനായിട്ട് നിങ്ങൾ കാലൊന്ന് സൂക്ഷിക്കുക. കാലിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വീഴ്ചയിൽ കാലിൽ മുറിവോ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ. ഇവിടെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്.
നിങ്ങളിപ്പോൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം ദൈവം അങ്ങനെയാക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തി നിങ്ങൾ ചെയ്യും. ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്വന്തമാക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് നിങ്ങൾ ചെയ്യും. അപ്പോൾ എന്ത് കാര്യമായാലും നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾ ആരോടും പറയാതിരിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴാണോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് അപ്പോൾ മാത്രം നിങ്ങളുടെ ആ ഒരു വിജയം എല്ലാവരോടും പറയുക. അല്ലാതെ നിങ്ങൾ എന്ത് പ്ലാനിങ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യത്തിലെത്തിച്ചാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ആരോടും നിങ്ങൾ പറയണ്ട. ഇവിടെ ഡിസംബർ മന്ത് നിങ്ങൾ എന്താണോ ഒരു ആക്ഷൻ എടുക്കുന്നത് അതിൻ്റെ ആ ഒരു പരിണാമം നിങ്ങൾക്ക് ഈ ഒരു 2026 കാണാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ ശരിയായിട്ടാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ബുദ്ധി നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി പ്ലാനിങ് ഉണ്ട്, ഒത്തിരി ഐഡിയാസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് ഞാനിങ്ങനെ പ്ലാനിങ് ചെയ്ത് കൊണ്ടിരുന്നാൽ സമയം പെട്ടെന്ന് പോകും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു ഇതിൽ വരും നിങ്ങൾ. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കരിയറിൽ ഒരു വർക്കഹോളിക്കായി മാറും. നിങ്ങൾ കുറച്ചൊന്ന് ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ ഡിസംബർ മന്ത് നിങ്ങൾ ഭയങ്കര ബിസിയായിട്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കുക. കാരണം ബിസിയായിട്ടിരിക്കുമ്പോൾ ആഹാരമൊക്കെ കഴിക്കാനും വെള്ളം നല്ലപോലെ കുടിക്കാനൊക്കെ മറക്കുക. അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ എന്ത് പ്ലാനിങ് ആണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡിസംബർ മന്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാരം കുറയും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വീട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷിഫ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്നതായിട്ട് വീട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ വീട് വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഇപ്പോഴായിരിക്കും അങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നത്. ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ വീട്ടിൽ കുടുംബത്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു ഫങ്ഷൻ കുടുംബത്തിൽ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾ അതിൽ വളരെയധികം സെലിബ്രേഷൻ മൂഡിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഡിസംബർ മന്ത് ഇത് വലിയ ഒരു സെലിബ്രേഷൻ അല്ല, ചെറിയൊരു സെലിബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷം ഒരു വീട്ടിൽ ഉണ്ടാവുന്നതായിട്ട്. ഇനി പാല് കാച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എൻഗേജ്മെൻറ്റോ അല്ല എങ്കിൽ വീട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബർത്ത്ഡേ ആണെങ്കിലും ഗെറ്റ് ടുഗദർ ആണെങ്കിലും എന്തായാലും നല്ലൊരു സെലിബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു ട്രാവലും നിങ്ങൾ ഡിസംബർ മന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുറേ നാളിന് ശേഷം ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ശ്വാസം നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവില്ലായ്മയാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയായിട്ട് കാണുന്നത്. കാരണം ആരൊക്കെ നിങ്ങൾക്ക് ഒരു കഴിവും ഇല്ല എന്ന് പറഞ്ഞത് അതിനെയാണ് നിങ്ങൾ ശക്തിയായിട്ട് കാണുന്നത്. അതായത് എനിക്ക് എന്ത് കഴിവുണ്ടെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു ശക്തിയായിട്ട് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ അവസാനിച്ചു. ഒരു പുതിയ വർഷമെന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയുള്ള വർഷമാണ്. ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മോചനം ലഭിക്കും. അതായത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആൾക്കാർ ആരാണോ അവരിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വർക്ക് പ്ലേസിലായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും ആരായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് കള്ളം പറയും, നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കുടുംബത്തിലുള്ളവരായാലും കുടുംബത്തിന് പുറത്തുള്ളവരായാലും അവരിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ അവർ വലയിൽ വീഴ്ത്താൻ നോക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ അടുത്തുള്ളവരും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അതായത് നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളെ വലയിലാക്കാൻ നോക്കുന്ന ആൾക്കാർ, അവരിൽ നിന്നും നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ മെയിനായിട്ട് ഒരു വ്യക്തിക്ക് കർമ്മ റിട്ടേൺ ഉണ്ടാകുന്നു. പക്ഷെ അവർ ആ ഒരു കർമ്മ റിട്ടേൺ കാരണം അവർ തിരികെ ഓടിപ്പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തരുന്നതും ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയിപ്പിക്കുന്നതുമായ ആ ഒരു ടൈം അവസാനിച്ചു. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഡിസംബർ മന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്. സ്വയം നിങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാകും, പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടാകും ഡിസംബർ മന്ത്. ഇതുകൂടെ നിങ്ങളുടെ ചുറ്റിലും ഒരു പരിവർത്തനം ഉണ്ടാകും. അതിൽ കാരണം നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീലാകും. ഇനി സമാധാനപരമായിട്ടുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് നിങ്ങൾ നോട്ടീസ് ചെയ്തുകൊണ്ട് പോവുക. ഉറപ്പായിട്ടും ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ചില സമയം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ചില കാര്യങ്ങൾ. അതായത് ഇത് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അടുത്ത മാസം. ഇവിടെ ഉറപ്പായിട്ടും ഒരു വ്യക്തി ഷിഫ്റ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഷിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് വേയിലാണ് ഷിഫ്റ്റ് ആവുന്നത്.
ഇനി നെഗറ്റീവ് വേ എന്ന് പറയുമ്പോൾ നിങ്ങളെ ചുമ്മാ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ, അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ പോവുകയാണ്. അടുത്തുള്ള ആൾക്കാരാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അവരുടെ വീട് വിട്ട് ഷിഫ്റ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുടുംബത്തിലുള്ളവരുമായിട്ടും നല്ലൊരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഡിസംബർ മന്ത്. ഇവിടെ എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് അസഫലത ഉണ്ടായത്, അതായത് പരാജയം ഉണ്ടായത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അത് ഇല്ലാതായി പോയി എന്ന്, എങ്കിൽ ആ ഒരു കാര്യം ഇല്ലാതായി പോവാതെ നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു നല്ല സമയം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. നെഗറ്റീവ് തോട്ട്സ് ഇനി നിങ്ങളിൽ നിന്ന് റിലീസ് ആവാൻ പോവുകയാണ്. കൂടാതെ എന്തോ ഒരു ശുഭകാര്യം നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മന്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി കുടുംബത്തിലെ മുതിർന്ന ഒരാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ അസുഖം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു ന്യായത്തിൻ്റെ ആ ഒരു വാർത്ത ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിസംബർ മന്ത് കേൾക്കാൻ സാധിക്കും. ഡിസംബർ 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യായത്തിൻ്റെ വാർത്ത കേൾക്കാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ന്യായത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിജയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ന്യൂസ് ചിലപ്പോൾ സഡനായിട്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഏതെങ്കിലും വ്യക്തിയെ കാണുന്നു, ആ വ്യക്തി മുഖേന നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു ആ ന്യായത്തിൻ്റെ വാർത്ത. എന്തായാലും ഡിസംബർ മന്ത് ഒരു നല്ലൊരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നതായിട്ട്, ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡിസംബർ മന്ത് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിനെ വിട്ടുകളഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് എന്തെങ്കിലും മോശം ശീലങ്ങൾ ഉണ്ടായിരിക്കും, ആ ശീലങ്ങൾ വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഫോർഗീവിങ്ങിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതായിട്ട്, അതായത് നിങ്ങളുടെ കൂടെ ആരെന്ത് ചെയ്താലും അത് അവരുടെ ആ ഒരു കർമ്മഫലത്തിൻ്റെ ഇത് അവർ അനുഭവിക്കും, ഞാൻ എന്തായാലും അവരോട് ക്ഷമിക്കാം എന്നുള്ള രീതിയിൽ ഫോർഗീവിങ്ങിൻ്റെ ആ ഒരു എനർജിയിൽ നിങ്ങൾ വരും ഡിസംബർ മന്ത്. സഡനായിട്ട് എന്തോ ഒരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മന്ത് ഉണ്ടാകും, അതായത് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതായിട്ടുള്ള അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നും പറഞ്ഞ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു വ്യക്തി സഡനായിട്ട് നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് അത്ഭുതം തോന്നും, ചുമ്മാ ഇരുന്ന് എനിക്ക് എങ്ങനെ ട്രാവൽ സംഭവിച്ചു എന്ന്. ഇവിടെ നിങ്ങൾ എത്ര തന്നെ ബിസി ആയാലും നിങ്ങളുടെ ആ ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആ ഒരു ആഹാരവും വെള്ളവും കറക്റ്റായി കഴിക്കുകയും വേണം. കാരണം ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഹെൽത്തിൻ്റെ കാര്യം നോക്കിയില്ല എങ്കിൽ. കാരണം ചില ആൾക്കാരുണ്ട് വർക്കിൽ ബിസി ആയിട്ടിരിക്കുമ്പോൾ ആ ഗ്രോത്ത് ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുള്ളൂ, അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യാമെന്നും പറഞ്ഞ് സ്വന്തം ശരീരം നോക്കാതെ ഹാർഡ് വർക്ക് ചെയ്യും, പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങളോട്. ഇവിടെ ഞാൻ പറയുന്നത് ജോലി, പിന്നെ നമ്മുടെ ആ ഒരു റിലാക്സേഷൻ, പിന്നെ ആഹാരം കഴിക്കുന്ന ആ ഒരു ഇത് മൂന്നിലും നമുക്ക് ഒരു ബാലൻസ് ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ശരീരം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇവിടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ബന്ധം കുറച്ചും കൂടെ നല്ല രീതിയിലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡിസംബർ മന്ത്. നിങ്ങളുടെ പാർട്ട്ണർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡിസംബർ മന്ത്. നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു മധുരം ഉണ്ടായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഡിസംബർ മന്ത്. അതായത് മുമ്പ് ഭയങ്കരമായിട്ട് കൈപ്പേറിയ ഒരു ബന്ധമാണ് നിങ്ങളുടേത് എങ്കിൽ, അതായത് ഈ മാസവും വരെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വഴക്ക്, ഒരു സന്തോഷമോ അങ്ങനെയൊന്നുമില്ല എന്നെങ്കിൽ ഡിസംബർ മന്ത് അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ എന്ത് ടഫ് സിറ്റുവേഷനിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡിസംബർ മന്ത് തീരുമാനിക്കും. ഒരു ഡിസംബർ 15-ാം തീയതി തൊട്ട് 20-ാം തീയതിക്കുള്ളിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. എന്തായാലും ആ ഒരു സമയം നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു ടേണിംഗ് പോയിൻ്റാണ് അത്. ചില കാര്യങ്ങൾ റിലീസാക്കിയിട്ട് ഒരു ന്യൂ ബിഗിനിങ് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ 15-ാം തീയതിക്ക് 20-ാം തീയതിക്കുള്ളിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം എൻഡിങ്ങും ഒരു കാര്യം ന്യൂ ബിഗിനിങ്ങും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എൻഡിങ് ഉണ്ടാവുന്നത് ഏതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണോ മോശമായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യമായിരിക്കും എൻഡ് ആവുന്നത്. ഇവിടെ ആരെങ്കിലും നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ്, ന്യായം ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങളുടെ കരിയർ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നവരാണ് എങ്കിൽ പക്ഷേ അതിനുള്ള ആ ഒരു ബലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഡിസംബർ മന്ത് ഇനി ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ തോന്നിയാൽ അത് ആരോടും നിങ്ങൾ ദയവേത് പറയല്ല. ഞാൻ വീണ്ടും വീണ്ടും ആ ഒരു കാര്യം ഗൈഡൻസ് ആയിട്ട് പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു ഐഡിയ ചിലപ്പോൾ നല്ലതെന്നും പറഞ്ഞ് എല്ലാവരോടും പറയും. പക്ഷേ എല്ലാവരും ഒരേപോലെ എടുക്കണമെന്നില്ല. ചില ആൾക്കാർ അതിനെ വേറെ രീതിയിലെടുത്ത് നിങ്ങളുടെ ആ ഒരു ഐഡിയ എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പേ അവർ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് അതിലൊരു സപ്പോർട്ട് ദൈവത്തിൻ്റേത് ഉണ്ടാകും. കാരണം നിങ്ങളുടെ ആ ഒരു വഴി നല്ല ഒരു വഴി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക്. ഇതൊരു മിസ്റ്ററി ആയിട്ടാണ് തോന്നുന്നത്. അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം ഡിസംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. എന്തായാലും എന്ത് കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സാഹസികരായിട്ടിരിക്കുക, കോൺഫിഡൻസോടെ എല്ലാത്തിനെയും നേരിടുക. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒത്തിരി ആൾക്കാർക്ക് പ്രശംസ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഡിസംബർ മന്ത്. നിങ്ങളുടെ ആ ഒരു സാഹസികതയെ ആൾക്കാർ പ്രശംസിക്കും. നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യും. ഇവിടെ ഡിസംബർ മന്ത് ഒരു ന്യൂ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരുമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ഡിസംബർ മന്ത് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കുടുംബത്തോടെ എവിടെയെങ്കിലും പുറത്ത് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എല്ലാവരും കൂടെ. അല്ലെങ്കിൽ ചെറിയ ഒരു ഫങ്ഷൻ കുടുംബത്തിൽ ഉണ്ടാകുന്നതായിട്ട്, അല്ലെങ്കിൽ ചെറുതായാലും ഒരു ആഘോഷം കുടുംബത്തിൽ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ മുന്നേ എന്ത് കാര്യമാണോ ചെയ്തു വച്ചിരുന്നത് ആ ഒരു കാര്യത്തിൽ നല്ല ഒരു പരിണാമം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഒരു ചെറിയ ചെടി നമ്മൾ ഡിസംബർ മന്ത് നടയാണ്. ആ ഒരു ചെടി വളർന്ന് ഫലഭൂഷ്ടമാകുന്നത് നമുക്ക് അടുത്ത വർഷം കാണാൻ സാധിക്കും. അതാണ് നിങ്ങളിപ്പോൾ ഡിസംബർ മന്ത് ചെയ്യാൻ പോകുന്ന കാര്യം. അതായത് നിങ്ങൾ മുന്നേ എന്ത് വർക്കാണോ ചെയ്ത് അതിൻ്റെ പരിണിത ഫലം ഡിസംബറിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഡിസംബറിൽ എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു പരിണിത ഫലം നെക്സ്റ്റ് ഇയറിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജാനുവരി തൊട്ട് അതിൻ്റെ ആ ഒരു പരിണിത ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലത് എന്തെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളത് സെലിബ്രേഷൻ ചെയ്യുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ജോബ് ചെയ്യുന്നവരാണെങ്കിൽ പ്രമോഷൻസിൻ്റെ ചാൻസസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഡിസംബർ 15 തൊട്ട് ഡിസംബർ 20 ഒരു സമയം ആ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് ആകുമെന്ന് തന്നെയാണ് വീണ്ടും ഗൈഡൻസ് ആയിട്ട് വന്നേക്കുന്നത്. ഈ ഒരു ടേണിംഗ് പോയിൻ്റ് വളരെ വലിയൊരു ചേഞ്ചസിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡിസംബർ മന്ത്. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. എന്തോ ഒരു ശുഭ സൂചന നിങ്ങൾക്ക് ഡിസംബർ മന്ത് ലഭിക്കും. ആരെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നതായിട്ട്, ആ ഒരു സംസാരത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ശുഭസൂചന ലഭിക്കുന്നതായിട്ട്. ഇവിടെ എന്തായാലും നല്ലൊരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഡിസംബർ മന്ത് ലഭിക്കുക തന്നെ ചെയ്യും. എവിടെയെങ്കിലും ക്യാഷ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് 2 മടങ്ങ് കൂടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ആർക്കെങ്കിലും അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഹൃദയവും മനസ്സും നല്ല ബാലൻസ് വേയിൽ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല വേയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡിസംബർ മന്ത് ഏതെങ്കിലും മഹത്വപൂർണ്ണമായിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. നമ്മുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ഇറസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവ് ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ സൗമ്യത വയ്ക്കണം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചൊവ്വ ഗ്രഹം നല്ല രീതിയിൽ ശരിയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചൊവ്വ ഗ്രഹത്തിൻ്റെ പ്രശ്നം ഉള്ളവർക്കാണ് ഭയങ്കരമായിട്ട് ദേഷ്യം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം. ആരോട് എന്തും തുറന്നടിച്ചതുപോലെ പറയും. മറ്റുള്ളവർക്ക് എന്ത് വിഷമാവോ അതൊന്നും അവർ ചിന്തിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർ ദയവേത് മുരുക ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. മുരുക ഭഗവാന് വേണ്ടി പറ്റുമെങ്കിൽ നാളെ ഷഷ്ഠിയാണ്, ഷഷ്ഠി വ്രതം നിങ്ങൾ എടുക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ മുരുക ഭഗവാന്റെ അമ്പലത്തിൽ ചൊവ്വാഴ്ച തോറും പോയി ഒരു നാരങ്ങയെങ്കിലും സമർപ്പിക്കുക അദ്ദേഹത്തിൻ്റെ മുന്നിൽ. നല്ലതാണത്.
ഇനി നിങ്ങളുടെ ആ ഒരു വസ്ത്രധാരണ രീതിയിൽ കളർ ചേഞ്ചസ് ഞാൻ പറഞ്ഞില്ലേ, ലൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഇവിടെ ചെറിയ ചെറിയ ഉപായങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വലിയ പ്രോബ്ലംസ് മാറുന്നതാണ്. ഇവിടെ സഡൻ ആയിട്ടുള്ളൊരു വെൽത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും. ഇവിടെ ജോബ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഓഫർ വരുന്നതായിട്ട്, ജോയിനിങ് ലെറ്റർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇനി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ആ ഒരു പൈസ നിങ്ങൾക്ക് റെഡി ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിലുള്ള ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഈ ഒരു ഡിസംബർ മന്ത് എന്തായാലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരിക തന്നെ ചെയ്യും, നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം അവസാനിക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.